ഒരു ലോകസുന്ദരിയുടെ കഥ പറയാമെന്ന് പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. ആ ലോകസുന്ദരിയെ സിനുവിനറിയാം, നമ്മുടെ പ്രേക്ഷകർക്കും അറിയാം. കുറച്ചുകൂടി എളുപ്പത്തിൽ പറയാം, നമ്മുടെ നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇറ്റലിയിൽ അദ്ദേഹം പോയപ്പോൾ ഇറ്റലിയിലെ പ്രധാനമന്ത്രി ഓർക്കുന്നില്ലേ, ജോർജിയ മെലോനി മോദിയോട് ചേർന്ന് നിന്ന് ഒരു സെൽഫി എടുത്തു. എന്നിട്ട് പറഞ്ഞു മെലോഡി എന്ന് പറഞ്ഞു. ഹലോ ഫ്രം ദ മെലോഡി ടീം. മെലഡി എന്ന് പറഞ്ഞാൽ അറിയാലോ, മെലഡി എന്ന മനോഹരമായ വാക്കിൻ്റെ രൂപം ഒരു മെലോനി എന്നുള്ള പേരും മോഡിയുടെ ഡിയും ചേർത്ത് മെലോഡി എന്ന് പറഞ്ഞെടുത്ത ഒരു റീല് ലോകത്തെ നമ്പർ 1 ഹിറ്റായിരുന്നു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ അല്ലെങ്കിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് മെലോനി. 47 വയസ്സേ ഉള്ളൂ. 1977 ജനുവരി 15 ജനിച്ചത്. മെലോനിയെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, മെലോനിയെ ഒരാൾ അടിച്ച് മാറ്റിയോ? അതിപ്പോൾ ലോകത്തിലെ വലിയ ചർച്ചയാണ്. നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല, നാളെ വരുമായിരിക്കും. പക്ഷെ അതിന് മുമ്പ് ഒരു ദിവസം മുമ്പേ നമുക്ക് പറയാം. ഇപ്പോൾ ന്യൂയോർക്ക് പോസ്റ്റ് പബ്ലിക് ലവ് ഇൻ എന്ന് പറഞ്ഞ് അതിമനോഹരമായൊരു ചിത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് രണ്ടുപേര് തമ്മിൽ പ്രണയിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നറിയാമോ? അടുത്തിരിക്കാൻ തോന്നി അടുത്തിരുന്നാലോ കണ്ണിൽ നോക്കി അങ്ങനെ റൊമാൻറ്റിക് ആയിട്ടിരിക്കും. അപ്പോൾ മെലോണിയും അവരുടെ കാമുകനെന്ന് ഇപ്പോൾ ലോകം പറയുന്ന ആളും അടുത്തടുത്തിരുന്ന് കണ്ണിൽ നോക്കി ഇങ്ങനെ പ്രണയാർദ്രമായിരിക്കുന്ന ഒരു ചിത്രം ഇൻ്റർനാഷണൽ ഹിറ്റാണ്. അങ്ങനെ കൂടെ ഇരിക്കുന്ന ആരാന്നറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. ആരായിരിക്കും? ഇലോൺ മസ്ക്. അപ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റിൽ ഈ ചിത്രം വന്നു. ആ ചിത്രം ഭയങ്കര വൈറലായി. അതിൻ്റെ താഴെ വന്നിരിക്കുക, അതിനെക്കുറിച്ചാണ് ന്യൂയോർക്ക് പോസ്റ്റ് പറഞ്ഞ പബ്ലിക് ലവ് ഇൻ എന്ന് പറഞ്ഞത്. പരസ്യമായ പ്രേമപ്രകടനം എന്നായിരിക്കാം. അതിൻ്റെ താഴെ വന്നിട്ടൊരു ക്യാപ്ഷൻ, ആളുകൾ ഇങ്ങനെ കമൻ്റ് ഇട്ട് പോവാണ്. ഒരു ക്യാപ്ഷൻ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: പടമൊക്കെ കൊള്ളാം, അടുത്തത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെയും കമൻറ്റ് വന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സംഭവം ഇതാണ്. അറ്റ്ലാന്റിക് കൗൺസിൽ തിങ്ക് ടാങ്ക് എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. ഈ സംഘടന ഗ്ലോബൽ സിറ്റിസൺ അവാർഡ് എന്ന് പറഞ്ഞൊരു അവാർഡ് പ്രഖ്യാപിച്ചു. അത് ജോർജിയ മെലോണിക്കാണ്. മെലോണിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മെലോണി എപ്പോൾ പറഞ്ഞത്രേ, എനിക്ക് ഈ അവാർഡ് തരുന്നുണ്ടെങ്കിൽ, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, ലോകത്തിലെ അതിശക്തമായ ഒരു രാജ്യമാണ് ഇറ്റലി. ഇറ്റലിയുടെ പ്രധാനമന്ത്രിയാണ്. 2022 മുതൽ മെലോണി അവിടുത്തെ പ്രധാനമന്ത്രി. അപ്പോൾ മെലോണി പറഞ്ഞത്രേ, എനിക്കത് ഇലോൺ മസ്ക് തരണം, അവാർഡ് ഇലോൺ മസ്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷുകാരുടെ ഒരു ഡ്രസ് കോഡുണ്ട്, ബ്ലാക്ക് ടൈ എന്ന് പറയും. ബ്ലാക്ക് ടൈ ഇവൻ്റ് എന്ന് പറയും. എന്നുവെച്ചാൽ വൈകുന്നേരങ്ങളിൽ കൂടുന്ന 6 മണിക്ക് ശേഷം നടക്കുന്ന ഒരു സെമി ഫോർമൽ ചടങ്ങാണ്. കറുത്ത ടൈയൊക്കെ കെട്ടി പങ്കെടുക്കുന്ന. അവർ ഈ ഡ്രസ് കോഡൊക്കെ വല്ലാതെ ശ്രദ്ധിക്കുന്നവരാണല്ലോ ഇംഗ്ലീഷുകാർ, ഇറ്റലിക്കാരൊക്കെ, അമേരിക്കക്കാരൊക്കെ. അപ്പോൾ അതിനകത്ത് കുറച്ചത് വളരെ ഫോർമലല്ല, സെമി ഫോർമൽ ആയിട്ടുള്ള, കാഷ്വലും അല്ല ഫോർമലും അല്ലാത്ത ഒരു ചടങ്ങ്. വൈകുന്നേരങ്ങളിലുള്ള ഡിന്നർ പാർട്ടികൾ ഒക്കെ ഇത്തരം വേഷങ്ങളിൽ. അപ്പോൾ സ്ത്രീകളപ്പോൾ നിലത്ത് മുട്ടുന്ന തരത്തിലുള്ള ലോങ് ഗൗണും ധരിക്കുമെന്നാണ് പറയുന്നത്. അതാണ് ഡ്രസ് കോഡിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. അതിനകത്ത് ചിലപ്പം ഇത് എൻ്റെ വിവരമാണ്, പരിമിതമായ വിവരമാണ്. ഞാനിതിലൊന്നും പങ്കെടുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല, ഇത്രയൊക്കെ അറിയാവുള്ളൂ. അറിയാവുന്ന നമ്മുടെ പ്രേക്ഷകർ നമുക്ക് വല്ല തെറ്റും പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കട്ടെ. ഏതായാലും ബ്ലാക്ക് ടൈ ഇവൻ്റായിട്ടാണ് നടന്നത്. അങ്ങനെ വന്ന് ചടങ്ങ് കഴിഞ്ഞു, ഈ അവാർഡ് കൊടുത്തു. അവാർഡ് കൊടുത്തിട്ട് ഇലോൺ മസ്ക് അങ്ങ് പ്രശംസിക്കുകയായിരുന്നു. ആരെ? മെലോണിയെ. അതായത് പുറത്ത് കാണുന്നതിൻ്റെ ഇരട്ടി സൗന്ദര്യമുള്ള ആളാണ് മെലോണി. എന്നിട്ട് പറഞ്ഞു, ഓതൻറ്റിക്, ഓണസ്റ്റ്, ട്രസ്റ്റ്ഫുൾ, ഏറ്റവും ആധികാരികം, വിശ്വസ്ത, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സത്യസന്ധ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പുകഴ്ത്തി. ലോകത്ത് ഈ അവാർഡ് കൈപ്പറ്റാൻ മെലോണിയെപ്പോലെ അർഹതയുള്ള മറ്റൊരു പ്രധാനമന്ത്രിയില്ല. ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായി ജോർജിയ മെലോണി തുടരുന്നത് ഇറ്റലിക്കാർക്ക് അഭിമാനകരമാണ്, ലോകത്തിനാകെ അഭിമാനകരമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. അതുപോലെ ഇലോൺ മസ്കിൽ നിന്ന് സ്വീകരിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമാണെന്ന് മെലോണിയും പറഞ്ഞു. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ബിസിനസ്സുകാരൻ. ഇപ്പോൾ അമേരിക്കൻ തിരഞ്ഞെടുപ്പ് അടക്കം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ട്രംപിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഏറ്റവും വലിയ ധനാഢ്യൻ മസ്കാണ്. ട്രംപ് പറയുകയും ചെയ്തു, ഞാൻ അധികാരത്തിൽ വന്നാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഈ ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ മേധാവിയായിട്ട് ഞാൻ മസ്കിനെ നിയമിക്കുമെന്ന് ട്രംപ് പറയുകയും ചെയ്തു. ട്രംപിൻ്റെ പഴയ ട്വിറ്റർ, ഇപ്പോഴത്തെ എക്സ് വലിയ ട്രെൻഡിങ് ആയിട്ട് എക്സ് ആണ്. ഗൂഗിളൊക്കെ കമലാ ഹാരിസിന് അനുകൂലമായി പ്രചാരണം നടത്തുമ്പോൾ ട്രംപിന് അനുകൂലമായി പ്രചാരണം നടത്തുന്നത്
എക്സ് മാത്രമാണ്. എക്സ് വലിയ തോതിൽ പ്രചാരണം നടത്തുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ മെലോണിയുടെ കാര്യം പറയുമ്പോൾ മെലോണിക്ക് 2023 കഴിഞ്ഞ വർഷം അവരുടെ പങ്കാളി, ഭർത്താവെന്ന് പറയുന്നില്ല, പങ്കാളിയായിട്ട് പിരിഞ്ഞു. പങ്കാളിയുടെ പേര് ആൻഡ്രിയ ജിയോ ബ്രൂണോ എന്നായിരുന്നു. അയാൾ അവിടുത്തെ ഒരു ടെലിവിഷൻ ചാനലിലെ ജേർണലിസ്റ്റായിരുന്നു. അയാളുമായിട്ട് ബന്ധം പിരിഞ്ഞു. ഒരു കുട്ടിയാണ് മെലോണിക്കുള്ളത്. മെലോണിയെ സംബന്ധിച്ച് മെലോണി രാഷ്ട്രീയത്തിലൊക്കെ ആയിരുന്നു. ബ്രദേഴ്സ് ഓഫ് ഇറ്റലി എന്ന് പറയുന്ന വലതുപക്ഷ പാർട്ടിയുടെ FDI, അതാണ് ആ പാർട്ടിയുടെ ചുരുക്കപ്പേര്, അതിൻ്റെ നേതാവായിട്ടാണ് പ്രധാനമന്ത്രിയാവുന്നത്. പിന്നെ ഈ കുറച്ച് കാര്യങ്ങളിൽ ഇപ്പോൾ ട്രംപുമായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ട്രംപും മെലോണിയും തമ്മിൽ ഒരുപാട് സാദൃശ്യമുണ്ട്. കുടിയേറ്റം, ഇറ്റലിയിലേക്കുള്ള കുടിയേറ്റം കർശനമായി തടഞ്ഞിരിക്കുക. അഭയാർത്ഥികളൊക്കെ ആയിട്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അതിനെ അങ്ങനെ കയറുന്നവരെ, കടലിലൂടെയൊക്കെ വരുന്നവരെ നേവിയെ ഉപയോഗിച്ചാണ് മെലോണി തടയുന്നത്. വലിയ ഇസ്ലാം വിരുദ്ധതയാണ്. ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ അതിശക്തമായ നിലപാടാണ് ഇറ്റലി എടുക്കുന്നത്, മെലോണി എടുക്കുന്നത്. അതുതന്നെയാണ് ട്രംപിൻ്റെയും നിലപാട്. അപ്പോൾ ട്രംപും മെലോണിയൊക്കെ തമ്മിലുള്ള ബന്ധം ആശയപരമായി അങ്ങനെയാണ്. മാത്രമല്ല, അപ്പം മസ്കും ഈ ട്രംപിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ലോകത്ത് ഒരു പുതിയ ബന്ധമുണ്ടായി വരികയാണ്. പക്ഷേ മസ്ക് പറഞ്ഞു, അത് ഞാനേ അങ്ങോട്ട് പോയത് ചുമ്മാ ഈ അവാർഡ് കൊടുക്കാൻ വേണ്ടി പോയതാണ്. എന്നിട്ട് പറയുമല്ലോ, ഞാൻ അച്ഛനെ വിളിച്ചുകൊണ്ട് വരും എന്നൊക്കെ പറയത്തില്ല ഇയാളെ. എന്നെ വഴക്ക് പറഞ്ഞ് ഞാൻ അച്ഛനെ വിളിച്ചുകൊണ്ട് പറയും എന്ന് പറയുന്ന പോലെ ഈ ട്രംപല്ല, മസ്ക് പറയാണ്, ഞാൻ അവിടെ പോയി എന്നുള്ളത് ശരിയാണ്, ഞാൻ എൻ്റെ അമ്മയും കൊണ്ടാണ് പോയത്. അങ്ങനെ മസ്ക് എക്സിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ അമ്മയും കൊണ്ടാണ് പോയത്. അവിടെ ഞങ്ങൾ തമ്മിൽ റൊമാൻറ്റിക് ബന്ധമൊന്നുമില്ല. പക്ഷെ ആ പടം പ്രേക്ഷകരൊന്ന് കണ്ടു നോക്കിയേ, കണ്ണിൽ നോക്കിയിരിക്കുന്ന ആ ചിത്രം, അത് കാണുമ്പോൾ എന്തോ ഒക്കെയോ ഒരു പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ട്. അപ്പം മസ്കിന്റെ വാക്കുകൾ പോലെ അല്ല പ്രവൃത്തി ആയിരിക്കാം. പക്ഷേ അവർ വളരെ ആരാധനയോടെ പ്രണയാർദ്രമായി നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ അത്തരം ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് കണ്ണുകളിൽ ഇങ്ങനെ മസ്കിന് കുറച്ച് ഉയരക്കൂടുതലുണ്ട്. മെലോണി ഇങ്ങനെ ഇരുന്ന് ആ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുന്നു. കണ്ണുകളിൽ ഇങ്ങനെ പ്രണയത്തിൻ്റെ തിരമാലകളൊക്കെ ഓളം തല്ലുന്നത് പോലെയൊക്കെ ആൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായാലും മെലോണി നമുക്കും പ്രിയപ്പെട്ടവരാണ്. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ആ വീഡിയോ ഭയങ്കര വൈറലാണ്. ആ വീഡിയോ നമ്മൾ ഇതിലൂടെ ചേർത്തിട്ടുണ്ട്. ഏതായാലും മെലോണിയെ അതുകൊണ്ട് അറിയാം. പിന്നെ മെലോണി ഭയങ്കര സുന്ദരിയാണ്. ഇപ്പം ലോകരാഷ്ട്ര തലവൻ രാഷ്ട്രീയത്തിലൊക്കെ വരുന്ന നേതാക്കന്മാരുടെയും അധികം വനിതകളില്ലല്ലോ. ഇപ്പോൾ ശ്രീലങ്കയ്ക്ക് ഒരു പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്. പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് വനിതാ പ്രധാനമന്ത്രിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അതീവ സുന്ദരിയായ ഒരു പ്രധാനമന്ത്രി ആകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. ലോക ജനത മൊത്തം ഒന്ന് ശ്രദ്ധിക്കും. മെലോണിയുടെ വീഡിയോസ് ഈ അന്താരാഷ്ട്ര ഉച്ചകോടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ മെലോണി ഒരു താരമാണ്. അപ്പം മോദിയെ ആളുകളൊക്കെ കുശുമ്പ് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ കാരണവരെ റാഞ്ചാൻ നോക്കുകയാണ് ഈ പെണ്ണുമ്പിള്ള എന്നൊക്കെ പറഞ്ഞ് കമൻ്റൊക്കെ ആ സമയത്ത് വന്നിരുന്നു. പക്ഷേ അവർ വളരെ സ്നേഹത്തിൻ്റെ ഒരു നിറകുടമായി, വളരെ സൗഹാർദ്ദപരമായി പെരുമാറുന്ന വളരെ ജെൻറ്റിലായ ഒരു ലേഡിയാണ്. ഒരു പക്ഷേ ഇനി ഇലോൺ മസ്കുമായി ഒരു ബന്ധം, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനും ലോകത്തെ ഏറ്റവും സുന്ദരിയായ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ഒരു ബന്ധം ചിലപ്പോൾ ഉണ്ടായി വന്നേക്കാം. ഏതായാലും കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്. നമ്മൾ ഈ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതും പറയണമല്ലോ. അപ്പോൾ മെലോണി പറഞ്ഞു പ്രഷ്യസ് ജീനിയസാണ് ആര്, മസ്ക്, വിലമതിക്കാനാവാത്ത പ്രതിഭയാണ് എന്ന് പറഞ്ഞു. വളരെ പ്രഷ്യസായ ഒരു ജീനിയസിനെ, ബുദ്ധിജീവി അല്ലേ, വിലമതിക്കാനാവാത്ത പ്രതിഭ, അങ്ങനെ ഒരാളെ സ്വന്തമായി കിട്ടാനൊക്കെ ഒരു സ്ത്രീ ആഗ്രഹിച്ചാൽ അത് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഈ മസ്കിനും വേണ്ട 53 വയസ്സേ ഉള്ളൂ, മിലോണിക്ക് 47 വയസ്സേ ഉള്ളൂ. രണ്ടുപേർക്കും കല്യാണമൊക്കെ കഴിക്കാം. അപ്പോൾ അവർക്ക് ഈ വിദേശ രാജ്യങ്ങളിൽ, പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ വിവാഹം കഴിക്കുന്നതും ബന്ധം വേർപിരിയുന്നതും അത്ര നിസ്സാര സംഭവങ്ങളാണ്, വളരെ എളുപ്പത്തിൽ. പിന്നെ ഈ മെലോണിയുടെ ഈ ഫാമിലി ഹിസ്റ്ററി ഞാനെടുത്ത് നോക്കിയപ്പോൾ അവർ ഡിവോഴ്സ്ഡ് എന്നല്ല, സെപ്പറേറ്റഡ് എന്നാണ് കാണുന്നത്, വേർപിരിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രൂണോ, നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രൂണോ ഉണ്ടല്ലോ, എന്താ പേര്, ജിയാം ബ്രൂണോ എന്ന് പറയുന്ന TV ജേർണലിസ്റ്റുമായിട്ട് അവർ സെപ്പറേറ്റ് ചെയ്ത് ഒരു കുട്ടിയുണ്ട് എന്നൊക്കെയാണ് കാണുന്നത്. കുട്ടിയുണ്ടെങ്കിൽ 10-15 വയസ്സൊക്കെ കാണുമായിരിക്കും. ഏതായാലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ലോകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും ഫാസിസം എന്നൊക്കെ പറഞ്ഞിട്ട് നെറ്റിച്ചുളിക്കുമല്ലോ. ഫാസിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായിട്ടാണ് മിലോണി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. അവിടെ ഫാസിസ്റ്റ് പാർട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വികസിത രൂപമാണ് ബ്രദേഴ്സ് ഓഫ് ഇറ്റലി എന്ന് പറയുന്ന പഴയ ഫാസിസത്തിൻ്റെ കാലമാണ്, മുസോളിനിയുടെയൊക്കെ കാലമാണല്ലോ. ആ ലോകം, ആ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഫാസിസ്റ്റ് ഫാസിസം ഇഷ്ടപ്പെടുന്ന ഫാസിസ്റ്റുകളാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഇറ്റലി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഫാസിസ്റ്റ് രാഷ്ട്രീയ
പാർട്ടിയിൽ പ്രവർത്തിച്ചു വന്നിരിക്കുന്ന ആളാണ് മിലോണി. ഇപ്പോൾ നമ്മുടെ പാവപ്പെട്ട നരേന്ദ്രമോദി ഫാസിസം പോയിട്ട് എന്ന് പോലും പറയാത്ത പുള്ളിയെ വലിയ ഫാസിസമാക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഒറിജിനൽ ഫാസിസ്റ്റാണ് മിലോണി. ഇറ്റലിയിൽ ഫാസിസ്റ്റ് ചിന്താഗതിക്ക് വലിയ പിൻബലം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഏതായാലും വളരെ സന്തോഷമുണ്ട്. മസ്ക് ഈ പറഞ്ഞ പോലെ മസ്ക് ഒരു ഫാസിസ്റ്റാണ്. ഇസ്ലാമോഫോബിയ പരത്തുന്ന മോദിയുടെ കൂട്ടുകാരനായ ട്രംപിൻ്റെ കൂട്ടുകാരനാണ്. ട്രംപിൻ്റെയും മോദിയുടെയും സുഹൃത്തായ നമ്മുടെ മിലോനിയെ മസ്ക് കല്യാണം കഴിക്കുന്നെങ്കിൽ ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ്. ഫാസിസ്റ്റ് ശക്തികൾ ശക്തമാവട്ടെ, അല്ലേ? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.